പഴയ കാലങ്ങളിൽ അഷ്ടകോൺ പന്തായിരുന്നു വെക്കാറ്, പിന്നെ ഒടയായിരുന്നു. വേഷവിധാനത്തിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. കാരണം പഴയ കാലത്തെ വേഷം അതേപോലെ ഇങ്ങനെ പാരമ്പര്യമായിട്ട് കൈമാറി വന്നതായിരുന്നു. അതുവരെ ഒരു 3 മണി ആ ഒരു ടൈമിന് 1, 3, 4, 5, 6 ആൾ ഈ തെയ്യം കാണാനുള്ളതായിരുന്നു. രൂപങ്ങളും മാറാതെ കണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ആലോചന എൻ്റെ മനസ്സിൽ വന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഞാൻ അതിൽ അത്യാവശ്യം ചില മാറ്റങ്ങളൊക്കെ വരുത്തി. അത്യാവശ്യം ഈ ഒട എന്ന് പറയുന്നത് അത് ശരീരത്തിന് ഇങ്ങനെയാണ് വരിക. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയ്ക്ക് നമ്മുടെ കൈ ഫ്രീ ആവില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ കളിക്കണം. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ മെയ്ത്തട്ട് കയറ്റി. മെയ്ത്തട്ട് എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ നിൽക്കും, ഇവിടെ കവർ ചെയ്ത്, അപ്പോൾ കൈ ഫ്രീ ആണ്. പന്തം നമ്മൾ അഷ്ടകോണ് മുറിച്ചിട്ട് ഓരോ ഹാഫ് പന്തങ്ങളാക്കി, 16 പകുതി പന്തങ്ങളാക്കി. മുഖത്ത് കുട്ടിച്ചാത്തൻ്റെ യഥാർത്ഥ തോട മാറ്റിക്കൊണ്ട് ഖണ്ഡാകർണൻ്റെ ഉപയോഗിക്കുന്ന അത് വെച്ചു. പിന്നെ പൊയ്ക്കണ്ണും വട്ടമുടിയും. അപ്പോൾ തന്നെ ഏകദേശം ആ കോലം മാറി. അതിൽ ചടങ്ങ് എന്ന് പറയുന്നത് ഈ തോറ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ, പന്തത്തിന് തീ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു പ്രദക്ഷിണം കഴിഞ്ഞാൽ പന്തം പെട്ടെന്ന് തീർക്കുക എന്നുള്ളൊരു ചടങ്ങായിരുന്നു. പക്ഷെ നമ്മളത് ചെയ്തു. നമ്മളൊരു പ്രദക്ഷിണം വെച്ചു. നമ്മൾ പീഠത്തിൽ കയറി വിളിച്ചറിയിക്കൽ തുടങ്ങി. പണ്ടത്തെ തോറ്റം വിടാതെ കണ്ട് ആ തോറ്റത്തിലിറങ്ങി പിന്നെ കൂടുതൽ സമയം തീയുമായിട്ട് കളിച്ച്. പന്തത്തിനൊരു താളമുണ്ട്, പൊതുവായിട്ടൊരു താളമുണ്ട്. ആ താളോട് ഇതിൽ കൂട്ടിച്ചേർത്തു. അങ്ങനെ ഏകദേശം നമുക്കൊരു 1 മണിക്കൂർ വരെ ഈ തെയ്യം കിട്ടി. അപ്പോൾ അങ്ങനെയാണ് ആദ്യം ഈ തെയ്യം ഞാൻ അവിടെ കെട്ടിയാടുന്നത്.